ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു അടിപൊളി ഒരു വിഭവമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടത്ത് കുറച്ച് സാധനങ്ങളും കൂടെ വേണം. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ചീനച്ചട്ടി ഒന്ന് ചൂടാക്കണം. സ്റ്റവ് ഒന്ന് ഓണാക്കാതെ. ഈ പനിക്കൂർക്ക എന്ന് പറയുമ്പം ആരും അയ്യേ പനിക്കൂർക്ക വെച്ചിട്ട് എന്തെങ്കിലും വിഭവം ഉണ്ടാക്കുമോ എന്നൊരു ചിന്ത വേണ്ട. അടിപൊളി സാധനമാണ്. അത് തന്നെ ടേസ്റ്റിലും നമ്പർ 1 ആണ്. പിന്നെ പനിക്കൂർക്കയെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അത്യാവശ്യം നമുക്ക് എന്താ പറയുന്നത് ഈ ജലദോഷം വരാനായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. ഇനി നെയ്യ് വേണമെങ്കിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നമ്മളിപ്പോൾ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് 1-2 സാധനം ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഇത് നമ്മുടെ കടലപ്പരിപ്പാണ്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ സാധാരണ നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന തൂരപ്പരിപ്പാണ്. അപ്പോൾ ഈ തൂരപ്പരിപ്പിന് പകരം വേണം നമുക്ക് ഉഴുന്നുപരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. ഉഴുന്നുപരിപ്പിന് ഒരു നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ നമ്മളിത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ കടലപ്പരിപ്പും ആദ്യം കടലപ്പരിപ്പ് ഇട്ട് കടലപ്പരിപ്പ് ഒന്ന് മുക്കാനായിട്ട് ഇച്ചിരി നേരം എടുക്കും. കാരണം കടലപ്പരിപ്പിന് ഇച്ചിരി വലിപ്പം കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ഒരു എന്താ പറയുന്നത് ഒരു 1/4 ഭാഗമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് വരെ നമുക്കിന്ന് ഇളക്കി. അപ്പൊ ഇതിപ്പം നമുക്കൊരു 1/4 ഭാഗമാകുമ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ കുറച്ചിടം കരിഞ്ഞു പോകും. അപ്പം അത് നമുക്ക് എല്ലാവരും ഒരുപോലെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് കാരണം ഒന്ന് ഇളക്കി കൊടുക്കണം. കടലപ്പരിപ്പുണ്ടല്ലോ ഏകദേശം നമ്മളൊരു 1/4 ഭാഗത്തോളം ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ തൂരപ്പരിപ്പ് കൊണ്ട് ചേർത്ത് കൊടുക്കാം. കഴിയത് കാരണം ഉണ്ടല്ലോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംഭവം അത് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് അതൊക്കെ റെഡി ആയിക്കോളും. നമുക്ക് വിശ്വാസമുള്ള ആണെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ഈ കടയിലൊക്കെ വാങ്ങി നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണെങ്കിലും കഴുകി ഉപയോഗിക്കുന്നതാണ് നമുക്ക് നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി. ഇച്ചിരി നേരത്തെ കഴുകി വെക്കുവാണെങ്കിൽ അതിന്റെ വെള്ളമയൊക്കെ വാർന്നു കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ എരിവില്ലാത്ത പച്ചമുളകാണ്. അത്യാവശ്യം നല്ല നീളമൊക്കെയുള്ള സാധനമാണ്. ചെറുതായിട്ട് പഴുത്ത് എരിവ് കുറവായതുകൊണ്ട് നമ്മള് 3 പച്ചമുളക് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ അകത്തോട്ട് മുറിച്ചിട്ടിട്ട് ഈ കടലപ്പരിപ്പിന്റെയും തൂരപ്പരിപ്പിന്റെയും കൂടെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇതൊന്ന് ആയി വരുമ്പോ വേണം അതിട്ട് കൊടുക്കാൻ. അപ്പൊ അതൊന്ന് ഒരു പകുതി ആകട്ടെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ കരിഞ്ഞു പോകും. മുളക് കരിയും, പക്ഷേ ഇത് റെഡിയാകും. ഇച്ചിരി മൂപ്പ് കൂടുതലാണ്. അതെ, ഇതൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മളുണ്ടല്ലോ ഈ മുളക് ഇടുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ പനിക്കൂർക്കയിലൊക്കെ എല്ലാവരും കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പോലും പനിയൊക്കെ വരുമ്പോഴേ മറ്റേ കുരുമുളകും പനിക്കൂർക്കയും സാധനമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചുക്കുപൊടിയും കാപ്പി ഇട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് നമ്മുടെ എല്ലാവരും മലയാളികളുടെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ വീടുകളിൽ കാണുന്ന ഒരു സാധനം. ഇവിടെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ ഇതിന് അജ്വൈൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനം. ഇപ്പൊ നമ്മുടെ കടലപ്പരിപ്പും തുവരപ്പരിപ്പും റെഡി ആയിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്കിനി 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ കൂടെ ഉണ്ടല്ലോ നമ്മളൊരു ചെറിയ പീസ് ഇഞ്ചി അതും എടുത്തിട്ടുണ്ട്. അതൊരു 1/4 ഇഞ്ച് അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ തീ ഇനിയിപ്പാണ് വളരെ മിനിമത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കൂടെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. 5 കുരുമുളകാണ്. ഇനി അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ ഇല കൊണ്ടിട്ടൊന്ന് ചെറുതായിട്ട് ഇപ്പൊ ഞാൻ തീ നിർത്തിയേ. ഇനി ഇതിന്റെ ആവശ്യമില്ല, തീയുടെ ആവശ്യമില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ, കാരണം അത് കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി. അപ്പൊ ഇനി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാതെ അത്യാവശ്യം വെള്ളമായി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പരിപ്പ് ഐറ്റംസും നമ്മുടെ ഇലയും എല്ലാം തന്നെ മാടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരി അങ്ങോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് തണുക്കണം, നന്നായിട്ട് തണുത്തിട്ട് വേണം ഇത് കഴിഞ്ഞുള്ള നമ്മുടെ അടുത്ത പരിപാടികൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മൂക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതാണല്ലോ നമുക്ക്
നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ നമ്മളൊരു കോരിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. നമ്മൾ വറുത്തെടുത്ത സംഭവമൊക്കെ തണുത്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു എന്താ പറയുക അരക്കപ്പോളം നമ്മൾ തേങ്ങ കൂടുതൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, ചെറുതുണ്ട്. പിന്നെ ഇത് നമ്മുടെ വാളംപുളി നമ്മൾ ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുളിക്ക് ആവശ്യമുള്ള പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇതിപ്പോ നമ്മൾ വറുത്തെടുത്ത സാധനം അത്യാവശ്യം ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ട് ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, നമ്മൾ സാധാരണ പച്ചവെള്ളം. അപ്പൊ ഇനി ഇത് നമുക്ക് ഉണ്ടല്ലോ ഒന്നെങ്കിൽ നമുക്ക് അരകല്ലുണ്ടെങ്കിൽ അതേ വെച്ച് അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഫൈൻ എന്ന് വെച്ചാൽ ഒരുപാട് മഷി പോലെ ആകരുത്. ഒരു എന്താ പറയുക നമ്മള് മറ്റേ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ആ ഒരു രീതിയില്ലേ, ആ രീതിയിൽ തരി വേണം, അരയും ചെയ്യണം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇത് അരച്ചോണ്ട് വരാം. നമ്മളെ നല്ല അടിപൊളിയായിട്ട് നമ്മളിത് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ പച്ചമുളകും നമ്മുടെ എന്താ പറയുന്ന കുരുമുളകുമാണ് നമ്മൾ എരിവിന് ചേർത്തിരിക്കുന്നത്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വറ്റലമുളകും കൂടെ ഈ പച്ചമുളകിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അവ ഈ മറ്റേ ചില്ലി ഫ്ലേക്സോ അങ്ങനത്തെ സാധനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി എടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചിലപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ ഉടനെ ഉണ്ടല്ലോ നമുക്ക് 2 വറ്റലമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ വട്ടത്തിലരിഞ്ഞ് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ചെറിയ ഉള്ളി തീർന്നുകൊണ്ട് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടില്ല. നമ്മുടെ വറ്റലമുളകെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. പിന്നെ 1-2 കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. പരിപാടി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് ഒരു 3-4 കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. പരിപാടി സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് ആ ചൂട് പോകുന്നതിനൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ആ എണ്ണയും കടുകും മണോന്നറിയോ ചെയ്ത് നോക്കിയാലോ ചേർത്തിട്ട് ഇനി കഴിക്കാൻ നേരത്തെ ഇതൊന്ന് ഇളക്കിയിട്ട് കടുകൊക്കെ എല്ലായിടും ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു പ്രദേശം ചേർത്തിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ നമ്മുടെ പറമ്പിൽ നമ്മൾ പനിക്ക് മാത്രം കഴിക്കുന്ന പനിക്കൂർക്ക വെച്ച് നമ്മുടെ പനിക്കൂർക്ക ചമ്മന്തി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭയങ്കര രുചിയാണ് സാധനത്തിന്, ഭയങ്കര രുചിയാണ്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കാര്യം പനിക്കൂർക്ക നമ്മളറിയാലോ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അത് നല്ലതാണ്. ഉപയോഗിക്കാം. എല്ലാവർക്കും ചിലപ്പോൾ നെയ്യുടെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതുകൊണ്ട് നെയ്യ് താല്പര്യമുള്ളവർക്ക് നെയ്യ് ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കാം, ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് ചേർത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു സാധനമാണ് ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത്. ഏത് കാലാവസ്ഥയിലും കാണുമല്ലോ, മഴയത്തും വെയിലത്തും എല്ലായിടത്തും കാണാം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോ, ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ എന്ന് പറയുക. ചെയ്ത് നോക്കിയിട്ടുള്ളവരും അതിൻ്റെ അഭിപ്രായം എന്ന് പറയുക. ഇത് നമുക്കുണ്ടല്ലോ വേണമെങ്കിൽ കുറച്ച് നീട്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കറി പോലെ ആക്കി എടുക്കുകയും ചെയ്യും. അതെ, ഇതിപ്പോൾ നമ്മൾ ചോറിന് വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക, എൻ്റെ അഭിപ്രായമൊക്കെ പറയുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ല് ഐക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് ആ ഓളം നല്ല ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ മുടങ്ങാതെ കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് സൗകര്യം പോലെ കാണുകയും ചെയ്യും. മാത്രമല്ല കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ ചെയ്യാനായിട്ട്. അതെ, പാചകം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണുമല്ലോ, ഇതൊക്കെ ഒരു കലയായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ കാണും പരീക്ഷിച്ച് നോക്കാനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരൊക്കെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വ്യത്യസ്തമായ വേറൊരു രുചിക്കൂട്ടുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പനിക്കൂർക്ക ചമ്മന്തിയായിട്ട് ഇന്നത്തേക്ക് തൽക്കാലം ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got
got a lot of shit to say, so I'ma do this every day. I'll be